കള്ള ടാക്സികൾക്കും നിയമവിരുദ്ധ റെന്റ് കാറുകൾക്കുമെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ജഡ്ജ്മെന്റ് ഉത്തരവാണ്. കേരളീയ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനാണ് ഈ പരാതിയായിട്ട് പോയിട്ടുള്ളത്. കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ കമ്പനിയല്ല, ഓരോ വീടുകളും 15 വണ്ടി, 5 വണ്ടി, 20 വണ്ടി, അങ്ങനെ പല രീതിയിലുള്ള വാഹനങ്ങൾ പൊന്നാനി പോലെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പരിപാടി പൂക്കയിലുണ്ട്. ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. എൻ്റെ പേര് ശ്രീനിവാസൻ, അതുപോലെ നാസർ പൂക്കൽ, കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു ചാനലിന് അഭിമുഖം തരാൻ കാരണം, നമുക്കറിയാം പരമ്പരാഗതമായി കേരളത്തിൽ ടാക്സി ഓടിച്ചു വരുന്ന മേഖലയിലെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ആ മേഖലയെ തളർത്തിക്കൊണ്ട് അവരുടെ കഞ്ഞിയിൽ കുഴി വയറിട്ടുകൊണ്ട് നടത്തുന്ന കള്ള ടാക്സി റെൻ്റേക്കാറുകൾക്കെതിരെ നമ്മൾ നിരന്തരമായിട്ട് 5 വർഷക്കാലമായിട്ട് നമ്മൾ പോരാടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനായാലും RTO ഓഫീസിലായാലും നമ്മൾ നിരന്തരം പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ നടപടികൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ്റെ ഏകദേശം ഒരു 15 ദിവസക്കാലം മുന്നേ നമുക്കതിനൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ ഇങ്ങനെയാണ്: നമ്മൾ കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന പരാതി 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തീർപ്പാക്കണം. ഏത് RTOയിലാണോ ഏത് ഉദ്യോഗസ്ഥനാണോ നമ്മൾ പരാതി കൊടുക്കുന്നത്, ആ പരാതി പരിഹരിച്ച് തീർപ്പാക്കി അതിന് ഫൈൻ ഈടാക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതേപോലെ കള്ള ടാക്സി ഓടുന്ന വാഹനങ്ങൾക്ക് 3000 രൂപയാണ് അവർ പിടിച്ച ഫൈൻ ഈടാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മുന്നോട്ട് ഹൈക്കോടതിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് അത് 3000 എന്നുള്ളത് ഒരു 25,000 മാറ്റുക. പിന്നെ അവർ നമ്മൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ശുപാർശ ഹൈക്കോടതി ഗവൺമെൻറ്റിന് വിട്ടിട്ടുണ്ട്. ഈ 3000 എന്നുള്ളത് 30,000 ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഡ്രൈവർ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിലേക്ക് വിട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വന്ന വിധി ഇതാണ്: നമ്മൾ കൊടുക്കുന്ന പരാതി ഈ മേഖലയെ തിരിച്ചടിക്കുന്ന ഈ കള്ള ടാക്സികൾക്കും റെൻ്റേക്കാറുകളും ദുരുപയോഗം ചെയ്തുകൊണ്ട് സർവീസ് നടന്ന വാഹനങ്ങൾ പരാതി ഏത് RTO ഓഫീസിലാണോ ചെല്ലുന്നത്, ആ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥൻ 30 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണണം. പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോർട്ട് അലക്ഷ്യത്തിൻ്റെ പേരിൽ നമ്മൾ പെറ്റീഷൻ വീണ്ടും ഫയൽ ചെയ്ത് ആ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി പോയിട്ട് കോടതിന് മുമ്പാകെ വിവരിക്കേണ്ടി വരും ആ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്തത് ഈ GPS ആണ്. നമുക്കറിയാം 2019 നിർഭയ കൊലക്കേസ് നാട്ടിൽ നടുക്കിയ ഒരു സംഭവമാണ് ഡൽഹിയിൽ. അപ്പോൾ അതിന് ശേഷമാണ് സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടത് ഇങ്ങനത്തെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ടാക്സി വാഹനങ്ങളിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് GPS സംവിധാനം, നമ്മൾ ഏത് ഭാഗത്താണ് പോകുന്നുണ്ടെങ്കിൽ ആ GPS സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ GPS സംവിധാനം കേരളം നടപ്പാക്കി, പക്ഷേ അത് മോണിറ്ററിങ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. മോണിറ്ററിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബട്ടൺ, ഒരു പാനിക് ബട്ടണാണ്, ആ പാനിക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ RTOയിലോ അതിൻ്റെ മെസ്സേജ് ചെല്ലണം. അപ്പോൾ ആ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അതങ്ങനെ കൺട്രോളിങ് ചെയ്യാനുള്ള, മോണിറ്ററിങ് ചെയ്യാനുള്ളൊരു സംവിധാനമില്ല. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിവൈസുകൾക്ക് ഒരു ഏകീകരണമായ വിലയില്ല. പല വിലയ്ക്കും പല കമ്പനിയും കൊടുക്കണം. അപ്പോൾ നമ്മൾ നിരന്തരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അർദ്ധ സർക്കാർ സ്ഥാപനമായ കെലട്രോൺ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഇത്തരം ഡിവൈസുകൾ വെക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ടാക്സി തൊഴിലാളികൾ ഏകീകരണമായൊരു വില കിട്ടും. ആ വില അതിന് നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ അർദ്ധ സർക്കാരിൻ്റെ കെലട്രോൺ പോലുള്ള സ്ഥാപനങ്ങളോട് ഇത്തരം ഡിവൈസ് വെക്കുക. അതേപോലെ തന്നെ ഈ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെർമിഷൻ അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുന്നുണ്ട്, അത് നിർത്തലാക്കുക. ടാക്സി വാഹനങ്ങൾക്ക് ഈ അനൗൺസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. മറ്റ് കള്ള ടാക്സികൾക്ക് അത്തരം അനൗൺസ്മെൻറ്റിനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ഹൈക്കോടതിൻ്റെ പരിഗണനയിലുണ്ട്. നമുക്ക് വന്ന ആദ്യ വിധി ഇതാണ്: കള്ള ടാക്സി റെൻ്റേക്കാറുകൾക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയ ഉദ്യോഗസ്ഥൻ ആ വാഹനങ്ങൾക്കെതിരെ നടപടി എടുത്തോളണം എന്നൊരു വിധി ഒരു 10 ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. ആ ഒരു ആഹ്ലാദം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ കുറ്റിപ്പുറത്ത് ഒരു ചെറിയ പരിപാടി നടത്തി അതിനകത്ത് ലഡു വിതരണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കുക. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇത്തരം കള്ള ടാക്സി റെൻ്റേക്കാറുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട നമ്മുടെ നാട്ടുകാർ അത് അറിഞ്ഞുകൊണ്ട് അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാതെ കേരളത്തിലെ അല്ലെങ്കിൽ പ്രദേശത്തെ ടാക്സി മേഖലയെ, സർക്കാരിൻ്റെ അതുപോലത്തെ ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ടാക്സി മേഖലയെ സംരക്ഷിക്കുക, തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനമാർഗമായ ആ തൊഴിലിനെ സംരക്ഷിക്കുന്നതിന് വഴി ഈ പ്രദേശത്തെ നാട്ടുകാർ ടാക്സി മേഖലയിലെ ടാക്സി തൊഴിലാളിയെ വാഹനം വിളിച്ചുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് കൂടെയാണ് നിങ്ങളുടെ മുമ്പാകെ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം നമ്മുടെ പല വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് 4-5 വാഹനങ്ങൾ, അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കള്ള ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് പല വീടുകളിലും. പക്ഷേ പോലീസിലോ RTOയിലോ വിവരം അറിയിക്കുമ്പോൾ നിങ്ങൾ വയൽ തടയുമെന്നാണ് പറഞ്ഞത്. ആ വയൽ തടഞ്ഞ ഒരു സീനായി കഴിഞ്ഞാൽ നമ്മളെ പേരിലേക്കാണ് കേസ് വരുന്നത്. ഇന്നലെ നമ്മളൊരു ഒരു വണ്ടി കൊണ്ടുവന്നിട്ട്
ആൾട്രേഷൻ ചെയ്തിട്ട് അതിന് നമ്പറൊന്നുമില്ല, 47 മാത്രമേ ഉള്ളൂ, അല്ല 46 മാത്രം. ആ വണ്ടി നമ്മളിങ്ങനെ കൈ തടഞ്ഞിട്ടുണ്ടെങ്കിൽ സീനായി കഴിഞ്ഞാൽ ആരും ഉത്തരവാദി? പോലീസ് എന്ന് പറയുന്ന വിഷയം അതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നിയമ നടപടി സ്വീകരിക്കാം. കാരണം ഈ അതർ സ്റ്റേറ്റ് കണ്ടമാനം വാഹനങ്ങൾ, ഗുജറാത്ത്, അതേമാതിരി ഹരിയാന, ഡൽഹി, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്നോവ മറ്റുള്ള സെഡൻ കാറുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, രണ്ടേകാറിന് കൊടുക്കുന്നത്. ചെറിയ വിലയ്ക്ക് കൊണ്ടുവരാം. അപ്പോൾ അതും നമ്മളെ ഈ ടാക്സി എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളും ഫിക്സ്നെസ് മുതൽ എല്ലാ പിന്നെ പൊല്യൂഷന് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഓടുന്നത് നമുക്ക് എന്ത് ചെയ്യണം, റോഡിൽ കിടക്കേണ്ടിയും ചെയ്യുക. ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ ഫുള്ളായിട്ട് മെർസിഡീസ് ബെൻസ് മുതൽ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ. കാരണം വീടുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. 2 വണ്ടിയുള്ളത്, ഒന്ന് രണ്ടേക്കാട് കൊടുക്കും, ഒന്ന് അവിടെ ഇടും. അപ്പോൾ ഈ പിന്നെ സ്വന്തം ആവശ്യത്തിനല്ലേ ഈ വാഹനം എടുക്കുന്നത്, പുറത്തേക്ക് ഓടാനാണോ? എന്നാൽ പിന്നെ അതൊരു കമ്പനി തുടങ്ങിയാൽ പോരെ. ഈ കമ്പനിയല്ല, ഓരോ വീടുകളും 15 വണ്ടി, 5 വണ്ടി, 20 വണ്ടി, അങ്ങനെ പല രീതിയിലുള്ള വാഹനങ്ങൾ പൊന്നാനി പോലെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പരിപാടിയുണ്ട്. പൂക്കയിലുണ്ട്, നമ്മളെ അടുത്ത പ്രദേശമായ കുമാരമ്പടിയിലുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഇത് നിർത്തലാക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഈ കേസായിട്ട് പോയത്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഉത്തരവാണ്. കേരളീയൻ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനാണ് ഈ പരാതിയായിട്ട് പോയിട്ടുള്ളത്. കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണം. നമ്മൾ പരാതി കൊടുത്താൽ RTO. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. 200 രൂപയുടെ ലാഭമേള, KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി. പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക 8606462782.